ഗോവിന്ദ് വിഷ്ണുവും ദീപു രാജീവനും ചേർന്ന് തിരക്കഥയൊരുക്കി ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ഫെബ്രുവരി 14 തിയേറ്ററുകളിൽ റിലീസായ മലയാളം സിനിമയാണ് ദാവീദ്. സിനിമ തുടങ്ങുന്നത് ഗോലിയാത്തിന്റെയും ദാവീദിന്റെയും ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. സിനിമയിൽ പെപ്പെ ഒരു സാധാരണക്കാരനായാണ് എത്തുന്നത്. അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ആഷിക അബു എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ലിജോ മോൾ ജോസും അവർക്കൊരു മകളുമുണ്ട്. തികച്ചും സാധാരണമായിട്ട് പോകുന്ന ഒരു ഫാമിലി. പെപ്പയെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ പണിക്കൊന്നും പോവില്ല. സിനിമാക്കാരുടെ വർക്ക് വന്നാൽ മാത്രം ജോലിക്ക് പോകുന്ന ഒരാളാണ്. അല്ലാത്ത സമയങ്ങളിൽ ആഹാരം കഴിച്ചും വീട്ടിൽ ഉറങ്ങിക്കൂടിയും നിൽക്കുന്ന ഒരാളായിട്ടാണ് പെപ്പെ ഇതിൽ അവതരിപ്പിക്കുന്നത്. ലിജോ മോൾ ജോസിന് ചെറിയൊരു ജോലിയുണ്ട്. പുള്ളിക്കാരിയാണ് വീട് നോക്കുന്നത്. മകള് പഠിക്കുന്നു. ഇതാണ് ഒരു കഥാപശ്ചാത്തലം. പ്രധാന കഥാപാത്രങ്ങളെ കൂടാതെ വിജയരാഘവൻ, സൈജു കുറുപ്പ്, മോ ഇസ്മയിൽ എന്നിവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സംഭവം നടക്കുകയും അതിനുശേഷം സംഭവിക്കുന്ന മറ്റ് കാര്യങ്ങളുമാണ് ദാവീദ് എന്ന സിനിമ സംസാരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് എനിക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു. പൊതുവെ ഏത് സിനിമ ആയിക്കോട്ടെ ഫസ്റ്റ് ഹാഫിനേക്കാൾ കൂടുതൽ മികച്ചതായിരിക്കണം സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ ഒരു ഹൈ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രത്യേകിച്ച് ആക്ഷൻ സിനിമകൾ, ത്രില്ലർ സിനിമകളൊക്കെ നമുക്ക് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് തോന്നുന്നുള്ളൂ. പക്ഷെ ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് സിനിമ കുറച്ച് ഡൗൺ ആകുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ത്രൂ ഔട്ട് ബോക്സിംഗ് സിനിമ അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ബോക്സിംഗ് റിലേറ്റഡ് മൂവി എന്ന് പറയുമ്പം പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് സാർപ്പട്ട പരമ്പരയൊക്കെയാണ്. അപ്പം ആ ഒരു രീതിയിലായിരിക്കണം എന്നൊന്നുമല്ല. പക്ഷെ കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ആക്ഷൻസ് ഉള്ള ഒരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞാൻ പോയത്. പക്ഷെ പൊതുവെ സെക്കൻഡ് ഹാഫിൽ തീർച്ചയായിട്ടും ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്നറിയാം. അത് ക്ലൈമാക്സിലേക്കാണ് എന്നും നമുക്കറിയാം. പക്ഷെ അതിലേക്കുള്ളൊരു യാത്ര കുറച്ച് ബുദ്ധിമുട്ടേറിയതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിനിമ കുറച്ച് ഡൗൺ ആകുന്നത് പോണക്ക് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് സിനിമയിൽ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ സിനിമ ഒരു ക്ലീഷ ആക്കിയില്ല. അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. ഫൈറ്റ് എന്ന് പറഞ്ഞാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസുകളെ പറ്റി പറയുകയാണെങ്കിൽ പെപ്പയുടെ കിടിലം പെർഫോമൻസ് ആണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളിയുടെ എസ്പെഷ്യലി ഒരു പഴയ കാലമൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ ട്രാൻസ്ഫോർമേഷനൊക്കെ ഫൈറ്റും ഒക്കെ സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴും ഫൈറ്റൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ മോ ഇസ്മയിൽ പുള്ളി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു രക്ഷയില്ല. സിനിമയിൽ എനിക്ക് ഏറ്റവും കിടിലമായിട്ട് തോന്നിയേക്കുന്നത് വില്ലനായി എത്തുന്ന പുള്ളിയുടെ കഥാപാത്രമാണ്. പുള്ളിയുടെ ആ ഒരു ലുക്കും സ്വാഗും ഫൈറ്റും ഒക്കെ കിടിലമായിട്ട് തന്നെ തോന്നി. അടിപൊളിയായിട്ട് വന്നു. സൈജു കുറുപ്പിനും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ തന്നെയാണ്. ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ക്യാരക്ടർ തന്നെയാണ്. ലിജോ മോൾക്കും ഓൾറെഡി അതുപോലെ തന്നെ ഒരു ക്യാരക്ടറായിരുന്നു. ഈ സിനിമയിൽ കുറച്ച് മിസ്കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് വിജയരാഘവന്റെ ഒരു കഥാപാത്രമാണ്. പുള്ളി ഒരു മികച്ച നടൻ തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷെ ഈ സിനിമയിൽ അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന ആ ഒരു ക്യാരക്ടർ എത്രത്തോളം അദ്ദേഹത്തിന് ആപ്റ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കതിനോട് 100% എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു ക്യാരക്ടറിൽ ഒരുപക്ഷെ അബു സലീമോ അല്ലെങ്കിൽ റിയാസ് ഖാനോ അങ്ങനെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് തോന്നിയായിരുന്നു. സിനിമ ഒരിക്കലും മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഭയങ്കര സംഭവമാണെന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് സിനിമ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. മോശമല്ലാത്തൊരു വാച്ച് അങ്ങനെ വേണമെങ്കിൽ പറയാം. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സാലു കെ തോമസ് ആയിരുന്നു. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴൊക്കെ കിടിലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് രാകേഷ് ചെറുമുടവാണ്. മ്യൂസിക് ആൻഡ് BGM ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. പാട്ടുകളൊന്നും എനിക്ക് അത്ര മികച്ചതായിട്ട് തോന്നിയില്ല. പക്ഷെ BGM ഒരു രക്ഷയില്ലായിരുന്നു. കിടിലുമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ കിടിലുമായിരുന്നു. BGM ഒക്കെ ഒരു രക്ഷയില്ല. ആ ഒരു ആംബിയൻസിന് എന്താണോ ആവശ്യപ്പെടുന്നത് അത് കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ടെക്നിക്കലി സിനിമ ഭയങ്കര ഹെവി ആയിരുന്നു. പക്ഷെ തിരക്കഥയിൽ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ സിനിമ കുറച്ച് താഴേക്ക് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സിനിമ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമായിരുന്നു. സിനിമ കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.